നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. ലോകത്തിലെ പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സ് വീണ്ടും വിവാദത്തിൽ. ഉപയോക്താക്കളുടെ സ്വകാര്യത ലംഘിക്കുകയും അവരുടെ സ്വഭാവരീതികൾ നിരീക്ഷിക്കുകയും ചെയ്യുന്നതായി ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ കമ്പനിക്കെതിരെ ഉയരുന്നത്. മെറ്റയ്ക്കും യൂട്യൂബിനും പിന്നാലെയാണ് ഇപ്പോൾ നെറ്റ്ഫ്ലിക്സും ചാരപ്പണി വിവാദത്തിൽ കുടുങ്ങുന്നത്. ഉപയോക്താക്കളുടെ അനുവാദമില്ലാതെ വിവരങ്ങൾ ശേഖരിക്കുന്നതായും ആ വിവരങ്ങൾ ഉപയോഗിച്ച് ആളുകളെ കൂടുതൽ സമയം സ്ക്രീനിന്റെ മുമ്പിൽ പിടിച്ചിരുത്തുവാൻ ഡാർക്ക് പാറ്റേൺ രീതികൾ ഉപയോഗിക്കുന്നതായുമാണ് പരാതി. കുട്ടികളെയും മുതിർന്നവരെയും ഒരേപോലെ സ്ക്രീനിന്റെ മുമ്പിൽ നിന്ന് മാറ്റുവാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് പ്ലാറ്റ്ഫോമിന്റെ ഡിസൈൻ മാറ്റങ്ങൾ വരുത്തുന്നത് എന്നതാണ് ആരോപണം. സംഭവത്തിൽ ഇതിനോടകം അമേരിക്കയിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉപയോക്താക്കൾക്ക് തിരിച്ചറിയുവാൻ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ താല്പര്യങ്ങളും കാണുന്ന ശീലങ്ങളും നിരീക്ഷിച്ച് അതിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാറ്റ്ഫോം പ്രവർത്തിപ്പിക്കുന്നത് എന്ന് പരാതിയിൽ പറയുന്നു. കമ്പനിക്ക് വാണിജ്യ ലാഭം ഉണ്ടാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള തന്ത്രമാണിതെന്നും ആരോപണമുണ്ട്. അതേസമയം ഉയർന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്നതാണ് നെറ്റ്ഫ്ലിക്സിന്റെ പ്രതികരണം. എന്നാൽ സാങ്കേതിക വിദ്യയും സ്വകാര്യതയും തമ്മിലുള്ള അതിരുകൾ എവിടെയാണ് എന്ന ചർച്ചയ്ക്ക് ഈ വിവാദം വീണ്ടും വഴിതെളിച്ചിരിക്കുകയാണ്. നമ്മുടെ വിനോദശീലങ്ങൾ പോലും കമ്പനിയുടെ നിരീക്ഷണത്തിനടിയിലാണോ എന്ന ആശങ്കയും ഇതോടെ ശക്തമാകുന്നു.